നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ജോലിയിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കിട്ട ജോലിയിലാണ്, മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മൾ അത്ര തിരക്കുള്ള ജോലിയാണ്. പക്ഷേ അതിനകത്ത് മൊബൈലിലുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾ വായിക്കുകയും വേണം. പക്ഷേ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വായിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വായിക്കണം. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഗൂഗിൾ തന്നെ വായിച്ചു തരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് ആർട്ടിക്കിൾ കൊടുത്താലും അത് കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, ഏതിൽ വേണമെങ്കിലും വായിച്ചു തരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വാർത്തകളൊക്കെ വായിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസുകൾ വായിക്കുന്ന ആളുകൾ, അവർക്ക് ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മുഴുവനായിട്ട് വായിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ഗോ എന്നുള്ള ഒരു ആപ്പുണ്ട്. ഗൂഗിളിൻ്റെ തന്നെ ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള ഗൂഗിളിൻ്റെ തന്നെ ആപ്പാണ്. നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജിമെയിലുമായിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടും. ഒരു ജിമെയിൽ സെലക്ട് ചെയ്തു ശേഷം നമ്മുടെ ആ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പണായി വരും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് വേണം, മലയാളം വേണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ തന്നെ ഗൂഗിൾ ഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഗൂഗിൾ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ജസ്റ്റ് നമുക്ക് ചില ഫീച്ചറുകളൊക്കെ പരിശോധിക്കാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പണായി വരുന്നത് ഇതുപോലെയാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇതിനകത്തുള്ള ആപ്സുകളും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വോയിസ് സെർച്ചിങ് ഉണ്ട്, ക്യാമറ ട്രാൻസ്ലേറ്റ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകങ്ങളൊക്കെ ക്യാമറയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ലഭിക്കും. അതുപോലെ ഇമേജ്, ജിഫ്, യൂട്യൂബ് വീഡിയോ, നമ്മൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ ഇവിടെ ഡൗൺലോഡ് എന്ന ഫയൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇമേജുകൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. എന്നാൽ ഗുഡ് മോർണിംഗ് എന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കാനോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ആളുകൾക്ക് ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് സ്റ്റാറ്റസ് ഇടാനൊക്കെ സാധിക്കും. ഒരുപാട് ഗുഡ് മോർണിംഗ് മെസ്സേജിൽ കാണും. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. താഴെ ഭാഗത്ത് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഗുഡ് നൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗുഡ് നൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസുകളൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ പരിശോധിക്കാൻ പോകുന്ന അതല്ല, നമുക്ക് ഒരു ആർട്ടിക്കിൾ അതെങ്ങനെ മലയാളത്തിൽ വായിച്ചു തരുന്നുള്ളതാണ്. അപ്പം നമുക്ക് സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്യാൻ ഇതിൽ താഴെ കാണുന്ന ഭാഗത്ത് സെർച്ച് ബാറുണ്ട്. അതിനകത്താണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചിരുന്നതിന് വേണ്ടി ജസ്റ്റ് കേരളം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ കേരളം എന്ന് ഞാനൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കേരളം വിക്കിപീഡിയ എന്നുള്ള ഇത് ഞാൻ വായിച്ചു തരാൻ വേണ്ടി കാണിച്ചു തരാണ്. ഇതുപോലെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏത് ന്യൂസും ഏത് ആർട്ടിക്കിളും ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന ഭാഗത്തൊരു പ്ലേ ബട്ടൺ കാണും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. ഇത് പ്ലേ ചെയ്ത് വായിച്ചു തരും. വിക്കിപീഡിയ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേറ്റത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വടക്കൻ അക്ഷാംശം 8 ഡിഗ്രി 17, 30 നും 12 ഡിഗ്രി 47, 40 നുമിടയ്ക്കും കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27, 47 നും 77 ഡിഗ്രി. ഇങ്ങനെ വായിച്ചു തരുന്ന ഈ മെസ്സേജ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്പീഡ് 2x എന്ന് കാണും. അത് ക്ലിക്ക് കൊടുത്താൽ 3x. വളരെ ലാഗായിട്ട് വായിച്ചു തരുന്നുണ്ടെങ്കിൽ ഇവിടെ 1x കൊടുക്കുക. കുറച്ചുകൂടെ സ്പീഡിൽ 2x, കുറച്ചും കൂടെ സ്പീഡ് വേണമെങ്കിൽ 3x നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓർക്കുക, നമുക്ക് വാട്സപ്പിലൊക്കെ വോയിസുകൾ സ്പീഡിൽ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ഏത് മെസ്സേജ് ഇത്തരത്തിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ വായിച്ചെടുത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ തിരക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ ഗൂഗിളിൻ്റെ തന്നെ ഒരു സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.